നമ്മുടെ വാലില്ലാപ്പുഴ ബൂത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പ്രവർത്തകർ ഓരോ ആളുകളെയും സ്വീകരിച്ച് തൻ്റെ പരിധിയിലേക്ക്, തൻ്റെ ചിഹ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പെട്ടിയിലേക്ക് വോട്ട് നിറയ്ക്കാനുള്ള ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാഴക്കാട് വാലില്ലാപ്പുഴയിലെ സ്ഥാനാർത്ഥി KV മുഹമ്മദ് ഇപ്പോൾ നമ്മോട് പ്രതികരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു ഈ ഒരു ഇലക്ഷൻ? 50% വോട്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 50% വോട്ടായി. ഏകദേശം തരക്കേടില്ല. ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ല. നല്ല രീതിയിൽ എല്ലാവരും സഹകരണത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതിലൊരു കുറവും കാണുന്നില്ല അപ്പോൾ അതുവരെ. എന്തുകൊണ്ടാണ് ഒരു വലിയ ആത്മവിശ്വാസം? കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു നല്ല പ്രവർത്തനങ്ങൾക്കുള്ള റിസൾട്ടാണ്. അത് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ പോളിംഗ് കുറവായിട്ടാണ് വരൽ ഈ ടൈം വരെ. പക്ഷേ ഈ പ്രാവശ്യം കൂടുതൽ പോളിംഗ് നടന്നതുകൊണ്ടുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു. ഉച്ചവരെയുള്ള പോളിംഗ് നടക്കാൻ 2 ബൂത്തിലും 40-30 കണക്കാറുള്ളൂ. ഈ പ്രാവശ്യം 50-ൻ്റെ പുറത്ത് കടന്നുണ്ട്. അതുകൊണ്ടുള്ളൊരു ആത്മവിശ്വാസം എന്ന് പറയാം. മീൻ കച്ചവടം കുടിക്കാൻ വന്നതല്ലേ? നമ്മളിപ്പോൾ വാഴക്കാട് പഞ്ചായത്തിലെ വാലില്ലാപ്പുഴ 6-ാം വാർഡ് വാലില്ലാപ്പുഴയിലാണ് ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥികളെ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. ഇവിടെ UDFൻ്റെ പവലിയൻ ഇവിടെ റെഡിയാണ്. വളരെ സജീവമായി തന്നെ ഇവിടെയുള്ള UDF പ്രവർത്തകർ വോട്ട് അഭ്യർത്ഥിച്ച് വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് സ്ലിപ്പുകൾ നൽകിയും ചെയ്ത ആളുകളെ മാർക്ക് ചെയ്തുകൊണ്ടുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് UDFൻ്റെ ഒരു ക്യാമ്പിനെ കുറിച്ച് എന്താ ഒരു അഭിപ്രായം? ഞങ്ങൾക്ക് തികഞ്ഞ പ്രതീക്ഷയല്ലേ, വിജയപ്രതീക്ഷ. 100% വാർഡും പഞ്ചായത്തും UDF തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾക്ക്. ഇവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി സർജാസ് അലിയാണ്. കഴിഞ്ഞ തവണയും വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ UDF ആയിരുന്നു ഭരിച്ചിരുന്നത്. ഇവർ വളരെ വലിയ തിരക്കിലാണ്. എങ്കിലും എങ്ങനെയാണ് ഈ ഒരു ആവേശത്തെ കാണുന്നത്? വളരെ നല്ല ആവേശമാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 50%-ലധികം പോളിംഗ് ഉണ്ട്. അത് UDFൻ്റെ ഒരു ശക്തമായ കോട്ടയാണ് UDFൻ്റെ. അത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ ഏകദേശം 50%-ലധികം വോട്ടുകൾ രേഖപ്പെടുത്തി. വളരെ ഉയർന്ന ഒരു പോളിംഗ് തന്നെയാണ് വാലില്ലാപ്പുഴയിലെ ബൂത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നൊരു വിവരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം എത്ര ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇവിടെ? ഏകദേശം 270-ൻ്റെ മുകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വർഷം എന്തായാലും 300-ൻ്റെ മുകളിൽ പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡ് എന്നും UDFൻ്റെ ഒരു കോട്ട തന്നെയായി പോകുന്ന ഒരു സ്ഥലമാണ്. കൃത്യമായി ഇവിടെയുള്ള എല്ലാ UDFൻ്റെ ആളുകളും വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. 300-ന് മേലെ ഭൂരിപക്ഷം തന്നെ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. നമ്മളെ സർജാസ് അലിൻ്റെ ടീംസ് അവിടെ ഇരിക്കണോ? ചെയർമാൻ പേരെന്തെന്ന് പറയുന്നത്? മുഹമ്മദ് അലി. ഓക്കെ, റെഡി അല്ലേ? അടുത്തതായി റെക്കോർഡിംഗ് കിട്ടോ? അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് UDFൻ്റെ വാർഡ് ചെയർമാൻ കൂടിയായിട്ടുള്ള പേര് മുഹമ്മദ് അലിയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു ഇലക്ഷൻ? ഈ ഒരു സമയമാകുന്ന സമയത്ത് എത്രമാത്രം ശുഭാപ്തി വിശ്വാസത്തിലാണ്? ഞങ്ങളെ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏകാധിപത്യത്തോടെ കൂടിയിട്ടാണ് മുന്നേറുന്നത്. ഞങ്ങളിപ്പോൾ ഒരു 50%-ലേറെ വോട്ട് ചെയ്ത് കഴിഞ്ഞ് പോളിംഗ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് KV മുഹമ്മദ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും എന്നുള്ളതാണ്
പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നിങ്ങൾ UDFൻ്റെ ഒരു പ്രവർത്തകരാണല്ലോ എല്ലാവരും. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? ഇതേമാതിരി തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് അലി പറഞ്ഞ മാതിരി തന്നെയാണ് എല്ലാ പ്രതീകരണം എല്ലാവിധ കാര്യങ്ങളും. ഓക്കെ, ഈ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായി മാറുമോ ഈ ഒരു തെരഞ്ഞെടുപ്പ്? അത് എന്തായാലും ഒരു വാർഡ് തല തെരഞ്ഞെടുപ്പല്ലേ, അതിലെന്തായാലും അത് പ്രതിഫലിക്കാതിരിക്കുക എന്തായാലും. ഓക്കെ, എന്താണ് അഭിപ്രായം? അതന്നെ പറഞ്ഞത് അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ സ്വർണ്ണവേട്ടയും നമ്മളെ ശബരിമലയിലെ സ്വർണ്ണവേട്ടയൊക്കെ ഈ ഇലക്ഷനിൽ പ്രതിപാദിക്കും. കാരണം വിശ്വാസികളെ വഞ്ചിച്ച ഒരു സർക്കാരാണ്. ഒരു കാലത്ത് സ്ത്രീകളെ കാറ്റഗറിയിൽ കയറ്റാൻ പറ്റാത്ത സ്ത്രീകളെ കയറ്റി അവിടെയും വിശ്വാസികളെ വഞ്ചിച്ച് ഈ സമയത്ത് അവിടുത്തെ ബാധിയിലെ സ്വർണം കട്ട് അങ്ങനെയുള്ള വിശ്വാസ വഞ്ചന നടത്തിയൊരു സർക്കാരാണ്. മതവിശ്വാസികളെ വഞ്ചിച്ചതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെയുള്ള ജനങ്ങളും കൂടെ ഇതിൽ പ്രതികരിക്കും തീർച്ചയായും. പിന്നെ വെള്ളക്കരം അങ്ങനെയുള്ള ചാർജുകൾ, വീടിൻ്റെ നമ്മളെ പെർമിഷൻ ചാർജ്, ഇങ്ങനെയുള്ള ചാർജുകളൊക്കെ 10% വർദ്ധിപ്പിച്ചത്. ഇതൊന്നും നമ്മൾ സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് അതിനൊക്കെ ഉള്ളൊരു പ്രതിഷേധമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. കൃത്യമായി സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായി ഇത് മാറുമെന്നുള്ളതാണ് ഇവിടെയുള്ള UDF പ്രവർത്തകർ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഓക്കെ. റെക്കോർഡിംഗ് കിട്ടോ? വാഴക്കാട് 6-ാം വാർഡിലെ വാലില്ലാപ്പുഴയിലെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സർജാസ് അലിയാണ്. ടേബിൾ ഫാനാണ് ചിഹ്നം. അവരുടെ പാർട്ടി പ്രവർത്തകരുടെ ഒരു പാർട്ടി വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് സ്ലിപ്പ് മറ്റും നൽകുന്ന ഒരു കേന്ദ്രമാണിവിടെ. എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്? ഒരു 50% ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പോൾ 633 ആൾക്കാർ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏകദേശം പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു 72% പോളിംഗ് നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇത്ര പോളിംഗ് സാധിച്ചു എങ്കിൽ അത് അനുകൂലമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഒരു വിജയസാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. വാലില്ലാപ്പുഴ വാർഡിൽ LDF വിജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഇവിടെയുള്ള പ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ആളുകളുടെയൊക്കെ ഒരു വരവ്? എത്രമാത്രം സംസ്ഥാന സർക്കാരിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരമായി ഇത് മാറുമോ? നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസാണ് വന്ന ആളുകളെ നിലാകരാൻ കഴിയുന്നു കിട്ടിയിട്ടുള്ളത്. നിലവിൽ നമ്മൾ നല്ലൊരു പ്രതീക്ഷയിലാണുള്ളത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ, അതായത് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ലൈഫ് പദ്ധതിയിൽ ഏർപ്പാടാക്കിയ 4 ലക്ഷത്തോളം വീടുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാനും അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിത ഫലം തീർച്ചയായിട്ടും ഇതിൽ പ്രതിഫലിക്കുമെന്നാണ് വിശ്വാസം. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വിവിധ കാര്യങ്ങളിൽ ചെയ്ത നേട്ടങ്ങളെ ഇത്തവണത്തെ പഞ്ചായത്ത് ഇലക്ഷന് ഗുണകരമായി ഭവിക്കുമെന്നുള്ളത് തന്നെയാണ് LDFൻ്റെ പ്രവർത്തകർ ഇവിടെ സൂചിപ്പിക്കുന്നത്. നമസ്കാരം. റെക്കോർഡിംഗ് കേട്ടോ? നമസ്കാരം. അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് വാലില്ലാപ്പുഴ വാർഡിലെ LDF സ്ഥാനാർത്ഥി സർജാസ് അലിയാണ്. എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? എത്രമാത്രം ഉഷാറായി മുന്നോട്ട് പോകുന്നുണ്ട്? ഇലക്ഷന് ഇപ്പോൾ ഒരു 68% പോളിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനനുബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രതീക്ഷകളുണ്ട്. ജനങ്ങളെൻ്റെ കൂടെ നിൽക്കുന്നതാണ് വിശ്വസിക്കുന്നത്. ഇനി എതിർ സ്ഥാനാർത്ഥിയാണ് വിജയിക്കുന്നതെങ്കിലും സന്തോഷം മാത്രം. അതും എൻ്റെ സുഹൃത്താണ്. ഏതായാലും നാടിന് നല്ലത് വരട്ടെ, നല്ല കാര്യങ്ങൾ നടപ്പിലാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സൗഹാർദ്ദപരമായാണ് സർജാസ് അലി പ്രതികരിക്കുന്നത്. ആര് ജയിക്കുന്നു എന്നുള്ളതല്ല, നാടിന് നല്ല ഒരാൾ വരണം എന്നുള്ളതാണ്. ഒരു എത്രമാത്രം ഒരു സൗഹാർദ്ദപരമാണ് ഇവിടുത്തെ മത്സരങ്ങളും വോട്ട് തേടലും മറ്റു കാര്യങ്ങളുമൊക്കെ. നിലവിൽ ഇതുവരെ ഒരു എതിർ സ്ഥാനാർത്ഥിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, എതിർ രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വോട്ട് ചോദിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ എനിക്ക് വന്നിട്ടില്ല. ഞാൻ എൻ്റെ വികസനങ്ങൾ എനിക്കെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. സാധാരണയുള്ള രീതിയിലുള്ള ഒരു ഫൈറ്റോ കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി അങ്ങനെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് തുടരട്ടെ എന്നാണ് പ്രാർത്ഥന. വാഴക്കാട് പഞ്ചായത്തിൽ എന്നും UDFൻ്റെ ആധിപത്യമുള്ള ഒരു വാർഡാണെങ്കിൽ പോലും വളരെ സൗഹാർദ്ദപരമായി ഈ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലം കഴിയുമ്പോഴും ഏറ്റവും സൗഹാർദ്ദം തന്നെ മുൻനിർത്തി മുന്നോട്ട് പോകണമെന്ന് ഏറെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സർജാസ് അലി.
വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.